ലോകം ഇന്ന് ശ്രദ്ധയോടുകൂടെ നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നു, അവിടെയുള്ള ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. അവിടെ നിന്നുണ്ടാകുന്ന ഓരോ നീക്കങ്ങളെയും ലോകം വളരെ ശ്രദ്ധയോടുകൂടെയാണ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മോഡി സർക്കാരിന്റെ വിദേശ രാഷ്ട്രീയ നയങ്ങളിൽ വലിയ രൂപത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വലതുപക്ഷ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ വലതുപക്ഷ സംവിധാനങ്ങളോടുള്ള സഹകരണം ഇന്ത്യക്ക് ഒരു കാലത്തും ഉപകാരം ലഭിക്കുകയില്ല. ഇന്ത്യക്ക് എന്നല്ല, ലോകത്താർക്കും അതുകൊണ്ട് ഗുണം നേടാൻ സാധിക്കുകയില്ല. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അമേരിക്കയാണെങ്കിലും അതുപോലെ യൂറോപ്യൻ രാഷ്ട്രങ്ങളാണെങ്കിലും അതുപോലെ ഇസ്രയേൽ ആണെങ്കിലും ഈ രാഷ്ട്രങ്ങളൊക്കെ തന്നെയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചിലരെ കൂട്ടുപിടിക്കുന്നു, ചിലരെ അകറ്റുന്നു, അവരെ പരസ്പരം ശത്രുക്കളായി അവതരിപ്പിക്കുന്നു. ഇതിലൂടെയെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് അവരുടെ പദ്ധതി. നമുക്കറിയാം, ഇറാനെയും അറബ് രാഷ്ട്രങ്ങളെയും തമ്മിൽ തല്ലിക്കുക എന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രധാന പദ്ധതിയാണ്. ഇതിലൂടെ നേടിയെടുക്കുന്നത് ഒരു വിശാലമായ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമാണ്. ഇതിനു വേണ്ടിയാണ് യൂറോപ്പും അമേരിക്കയും ഒക്കെ ഇതുവരെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പും അമേരിക്കയും ഒക്കെ രണ്ട് തട്ടിലാകുന്നു എന്ന് പ്രകടിപ്പിക്കുന്ന ചില പ്രകടനങ്ങളും അതുപോലെ നാടകങ്ങളും ഒക്കെ ഇടക്കുണ്ടാകാറുണ്ട്. പക്ഷെ ഈ മുന്നണിക്ക് പിന്നിൽ ഉള്ളത് ഏക ഗൂഢാലോചന മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയും പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതിലപ്പുറം ഇന്ത്യക്ക് നേട്ടമുണ്ടാകുന്ന ഒരു കാര്യത്തിലും ഒരിക്കലും ഇസ്രയേലോ അല്ലെങ്കിൽ അമേരിക്കയോ പിന്തുണക്കുകയില്ല. ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ വർഗീയമായി നേരിടാൻ അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യാൻ ഇതിനൊക്കെ ഒരു പക്ഷേ ഇസ്രയേലിന്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശക്തികളുടെയൊക്കെ സഹായം ഒളിഞ്ഞ രീതിയിലെങ്കിലും ഉണ്ടാകും. അത് ശരി തന്നെ. പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിന് അത് നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതേസമയം രാഷ്ട്രീയപരമായി നമ്മുടെ രാഷ്ട്രത്തിന്റെ വികസനത്തിന് വേണ്ടിയോ അതിന്റെ സൈനിക ശക്തിയിലോ ഒരിക്കലും ഇവരാരും പിന്തുണക്കുകയില്ല എന്ന കാര്യം വ്യക്തമാണ്. അതേസമയം അറബ് രാഷ്ട്രങ്ങളോടുള്ള ഇന്ത്യയുടെ ബന്ധവും സൗഹൃദവും അത് എന്നും ഈ ഇന്ത്യ രാഷ്ട്രത്തിന് നേട്ടം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ ചതികളോ വഞ്ചനകളോ കാണാൻ കഴിയില്ല. വളരെ നല്ല രൂപത്തിലുള്ള ബന്ധം ഇന്ത്യയുമായി പഴയ കാലം മുതലേ അറബ് രാഷ്ട്രങ്ങൾക്കുണ്ട്. ഇനി റഷ്യ ആണെങ്കിലും ഇതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ഇന്ത്യയെ ചതിക്കുന്നതല്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഏതെങ്കിലും രൂപത്തിൽ നെഗറ്റീവായി ബാധിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. അതേസമയം ആ രാഷ്ട്രങ്ങളെ പോലും റഷ്യയെ പോലും തെറ്റിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ട്രംപ് തീരുമാനിച്ചിരുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തലാക്കണം, അതുപോലെ വാണിജ്യ ബന്ധങ്ങളെല്ലാം ഒഴിവാക്കണം. അങ്ങനെ റഷ്യയുമായി ഇന്ത്യയെ വേർപിരിക്കുക, റഷ്യയുമായി ഇന്ത്യയെ ഒരു ശത്രുവായി നിലനിർത്തുക, അതുപോലെ തന്നെ ചൈനയെ ഒരു ശത്രുവായി നിലനിർത്തുക, പാകിസ്ഥാനെ ശത്രുവായി നിലനിർത്തുക, ബംഗ്ലാദേശിനെ ശത്രുവായി നിലനിർത്തുക. ഇങ്ങനെ ഇന്ത്യ രാഷ്ട്രത്തിന്റെ എല്ലാ അയൽ രാഷ്ട്രങ്ങളെയും അതുപോലെ ഇന്ത്യ രാഷ്ട്രം ബന്ധം പുലർത്തുന്ന പല രാഷ്ട്രങ്ങളെയും ഭിന്നിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അവസാനത്ത് ഈ അമേരിക്കയുടെ ഈ തന്ത്രം അല്ലെങ്കിൽ ഭീഷണിയിൽ ഇന്ത്യ വഴങ്ങിയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും ലോകത്ത് ഒരു പുതിയ രാഷ്ട്രീയ ചിത്രം വളർന്നു വരുന്നു എന്നതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇതൊക്കെ ഗത്യന്തരമില്ലാത്ത ഓരോ നീക്കങ്ങളാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യൂറോപ്പിന്റെയും പദ്ധതികൾ അവർക്ക് ഒരു ലോകത്ത് അവർ കാണുന്ന ഒരു വലിയ സ്വപ്നമുണ്ട്. ഒരു വിശാലമായ ഇസ്രായേൽ, മിഡിൽ ഈസ്റ്റ് എല്ലാം അടക്കി ഭരിക്കുക, ഒരുപാട് രാഷ്ട്രങ്ങൾ വെട്ടിപ്പിടിക്കുക, UN അവരുടെ അധീനതയിൽപ്പെടുത്തുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇപ്പോൾ യമനിൽ 11 UN ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മൊസാദിന് വേണ്ടി ചാരപ്പണി എടുക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഇറാനിൽ സന്ദർശിക്കാൻ വന്ന ആണവ ഏജൻസി UN കീഴിലുള്ള ആണവ ഏജൻസിയാണ്, പക്ഷെ അവർ ചാരപ്പണി എടുത്തു, ഇസ്രായേലിന് രഹസ്യങ്ങൾ കൈമാറുന്നു. ഈ കാര്യത്തിന്റെ പേരിൽ ഇറാൻ ഇപ്പോൾ അവർക്ക് അനുമതി നൽകാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സമാനമായ രീതി ലെബനാനിൽ ഉണ്ടാകുന്നു. ഇങ്ങനെ ലോക സംവിധാനങ്ങളെയൊക്കെ അവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും അവർക്ക് വേണ്ടി അടിമപ്പണിയെടുക്കണം. ഇതൊക്കെയാണ് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഇസ്രായേലിന്റെയും തീരുമാനം. അതിനുവേണ്ടി അവര് പലരെയും ശത്രുക്കളാക്കുന്നു, പലരുടെയും മുന്നിൽ അവർ സൗഹൃദം പ്രകടിപ്പിക്കുന്നു. എല്ലാം അവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രം. ഇസ്രായേലും അമേരിക്കയും യൂറോപ്പും ഒക്കെ സൗഹൃദം പുലർത്തുമ്പോഴും അത് ആ രാഷ്ട്രങ്ങളെ നക്കിക്കൊല്ലുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ നഗ്നമായ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്.